ഭൂമിയിലെ ഏറ്റവും വലിയ മാജിക് വേൾഡായ ഡിസ്നിലാൻഡ്. എന്നാൽ ഡിസ്നിലാൻഡിനെ കുറിച്ച് വിചിത്രവും ഭീതി ഉളവാക്കുന്നതുമായ നിരവധി പ്രേതകഥകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായി അഭിനേതാക്കളും സന്ദർശകരും കണ്ടിട്ടുള്ളതായി പറയുന്ന പ്രേതാത്മാവ് ഡിസ്നിലാൻഡിന്റെ സ്ഥാപകനായ വാൾട്ട് ഡിസ്നിയുടേതാണ്. രാത്രികാലങ്ങളിൽ അവിടെയാകെ അലഞ്ഞു നടക്കുന്ന അദ്ദേഹത്തിന്റെ പ്രേതത്തെ പലരും കണ്ടിട്ടുള്ളതായി പറയപ്പെടുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ അനുഭവ കഥയാണ്. ഒരിക്കൽ രാത്രിയിൽ ഡിസ്നി കാസിലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അകലെയായ ഒരാൾ നിന്ന് പുഞ്ചിരിയോടെ കൈവീശുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ രൂപം വാൾട്ട് ഡിസ്നിയുടേതാണെന്ന് അയാൾ മാധ്യമത്തോട് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വാൾട്ട് ഡിസ്നിയുടെ പ്രേതത്തെ കൂടാതെ അനേകം മറ്റു പ്രേതങ്ങളുടെ സാന്നിധ്യം ഡിസ്നിലാൻഡിലുണ്ടായിരുന്നു. അതിലൊന്ന് ഡിസ്നിലാൻഡിലെ പൈററ്റ്സ് ഓഫ് കരീബിയന്റെ ഡിസൈനർമാരിൽ ഒരാളായിരുന്ന ജോർജിന്റേതായിരുന്നു. അയാൾ ഒരിക്കൽ റൈഡിന്റെ നിർമ്മാണത്തിനിടെ കാലുതെറ്റി താഴെ വീണ് മരണപ്പെട്ടു. അതിനുശേഷം അയാളുടെ പ്രേതത്തെ പലരും അവിടെ കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ പ്രേതമെന്ന് പറയുന്നത് 1984 ഡിസ്നിലാൻഡിലെ മാസ്റ്റർ ഹോൺ ബോബ് സ്ലൈഡ്സ് റൈഡിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ട ഡോളി റെഗ്ന യങ് എന്ന 48 വയസ്സുള്ള സ്ത്രീയുടേതായിരുന്നു. അവൾ മരണപ്പെട്ട സ്ഥലത്ത് ഇന്നും ഭീകരമായ ശബ്ദങ്ങളും നിഴലുകളും കാണപ്പെടാറുണ്ട്. ഇങ്ങനെ തുടങ്ങി അവിടെ വെച്ച് ദുർമരണം സംഭവിച്ച പലരുടെ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ഡിസ്നിലാൻഡിനെ ഹോണ്ടഡ് പ്ലേസിന്റെ പട്ടികയിൽ ഏറ്റവും പ്രശസ്തമായ